സോ ഹേ ഗൈസ് കരം മൂവി കണ്ടു. ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ രാത്രിയായി. എങ്ങനെയുണ്ട് പടം എന്ന് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ഓക്കെ എന്നേ പറയാൻ പറ്റൂ. കൊള്ളില്ല എന്നല്ല, പക്ഷേ എന്താ വലിയ എന്താ കാണാൻ പാകത്തിനുണ്ടോയെന്നല്ല, ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പടം നല്ലതാണ്. ഇപ്പോൾ ജോമൻ ടി ജോണിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് ആണെങ്കിലും ഇതൊക്കെ നല്ലതാണ് ഗൈസ്. സിനിമാറ്റോഗ്രഫി എനിക്ക് ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിനിമാറ്റോഗ്രഫിയാണ്. കാരണം അതിൻ്റെ ഓരോരോ ഷോട്ട് അല്ലെങ്കിൽ ഓരോ വിഷ്വൽ, ഓരോ സ്ഥലങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി ഒട്ടും പോവാതെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ആ സൈഡാണെങ്കിലും അതൊക്കെ പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ആക്ഷൻ സീക്വൻസുകളും ഉണ്ട്. അതൊന്നും ബോറടിപ്പിക്കുന്ന രീതിയില്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലൊന്നുമല്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ഒരു പൊടിക്ക് ലാഗായിട്ട് തോന്നി. ബട്ട് സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. പടം പെട്ടെന്ന് തീർന്നെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റൺ ടൈം ഒരു 2 hours 8 minutes എന്തൊക്കെയുണ്ട്. പക്ഷെ എന്നാലും പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഇതിൻ്റെ മെയിൻ ആസ്പെക്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും നോക്കുന്നത് ഇതൊരു വിനീത് ശ്രീനിവാസൻ പടമായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ലെവൽ ഓഫ് ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും വച്ച് പോകേണ്ട കാര്യമില്ല. ഇതിൽ സ്ഥിരം കാണിക്കുന്ന ആ ഒരു ചെന്നൈ മൂഡ് അതൊന്നുമില്ല. ഇതിൽ കുറച്ച് പുറത്തോട്ടും പിന്നെ നോർത്ത് ഇന്ത്യ സൈഡൊക്കെയാണ്. അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല, ചെന്നൈ പിടിച്ചിട്ടുള്ള. ബട്ട് വിനീത് ശ്രീനിവാസൻ്റെ ബാക്കി പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പൊടിക്ക് താഴ്ന്നു നിൽക്കുന്ന ഒരു പടമാണ്. മൂവിയുടെ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ബട്ട് എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്സായ പോലെ തോന്നി. ആ ഒരു മൂവിയുടെ ഒരു കംപ്ലീറ്റ് എസൻസ് നമുക്ക് കിട്ടിയില്ല. അതായത് ഇപ്പോൾ അതിൻ്റെ ഇമോഷണൽ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അതൊന്നും ആൾക്കാരായിട്ട് കണക്റ്റ് ആയ പോലെ എനിക്ക് പേഴ്സണലി അതിൻ്റെ ഇമോഷൻ കാണിച്ച സൈഡൊന്നും എനിക്ക് കണക്റ്റ് ആയില്ല. ബട്ട് ഇതിൽ മെയിനായിട്ട് നോവൽ തോമസ് പുള്ളി തന്നെയാണ് അതിൻ്റെ റൈറ്റിങ്ങും. പുള്ളി ആ ഭാഗമൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി മാത്രമല്ല, ഇപ്പോൾ ബാക്കി ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ബാബുരാജ്, അതുപോലെ തന്നെ ഷാജോൺ, മനോജ് കെ ജെയിൻ, ഇവരൊക്കെ നല്ല ഭംഗിയിൽ അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ള എനിക്ക് ബാബുരാജിൻ്റെ ക്യാരക്ടറാണ്. പുള്ളി നമ്മുടെ കൂലിയിൽ ചുമ്മാ തല കാണിച്ചൊന്നും മിന്നായം പോലെ പോയെങ്കിലും ഇതിൽ പുള്ളിയുടേതായിട്ടുള്ള ഒരു നല്ല റോള് പുള്ളിക്ക് കിട്ടി. പുള്ളിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റി ഈ റോളിൽ. പുള്ളിയുടെ കോമഡിയാണ് എനിക്ക് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഈ പടത്തിനെ പറ്റി എന്താ പെട്ടെന്ന് ഓർക്കാൻ പറ്റുകയെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ആകെ കിട്ടുന്നത് ഇതിലെ ചില ആക്ഷൻ സീക്വൻസുകളും അതുപോലെ തന്നെ പുള്ളിയുടെ കോമഡിയും നല്ല രസമായിരുന്നു. സോ മൂവി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ പോകണ്ടെന്നൊന്നും പറയില്ല. ഇതിലെ മ്യൂസിക്കും ഫൈറ്റ് സീക്വൻസും ഒക്കെ തിയേറ്ററിൽ നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടി. മെയിൻ കാര്യം ഇത് കണക്റ്റ് ആവാതെ ഇരുന്ന അതിൻ്റെ സ്റ്റോറിയും അതുപോലെ തന്നെ ഇമോഷണൽ സൈഡ് അങ്ങനത്തെ കാര്യമൊന്നും കണക്റ്റ് ആയില്ല. വേഗം വേഗം കാണിച്ച് പോകുന്ന പോലെ തോന്നി. ഈ മൂവി ഫുള്ള് കണ്ടിറങ്ങിയപ്പോൾ ഈ മൂവിയുടെ കഥ എവിടെയൊക്കെ എന്തൊക്കെയോ എപ്പോഴോ കണ്ട പോലെ തോന്നി. ഇപ്പോൾ എടുത്ത് ഞാൻ ഒരു മൂവിയുടെ പേര് പറയുന്നില്ല. ബട്ട് ഈ സ്റ്റോറി എവിടെയൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എടുത്താണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റോറി കുറച്ചുകൂടെ മുമ്പ് കേട്ടിട്ടുള്ളൊരു സ്ഥിരം സ്റ്റോറിയാണ്. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും BGM ആണെങ്കിലും ഒക്കെ ഷാൻ റഹ്മാൻ്റെ BGM അറിയാലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ ഇപ്പോൾ അതിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ആണെങ്കിലും ഓരോ ഫൈറ്റ് സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഒക്കെ ആണെങ്കിലും അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സോ അപ്പോൾ നിങ്ങൾ മൂവി കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. സോ അടുത്ത മൂവിയായിട്ട് പിന്നെ വരാം. ബൈ.